നമ്മൾ കാണുന്ന ചില കൺവെൻഷനലായിട്ട് തോന്നപ്പെടുന്ന ആൾക്കാർ, വളരെ മനോഹരമായി സംസാരിക്കുന്ന ആൾക്കാർ നല്ല ഭംഗിയായി കള്ളം പറഞ്ഞാൽ നമ്മളതെടുക്കും. ഒരു പാവപ്പെട്ട സ്ത്രീ, നമ്മുടെ കൺവെൻഷണൽ കാഴ്ചപ്പാടിലല്ലാത്തൊരു സ്ത്രീ, സ്കിന്നിൻ്റെ നിറം കൊണ്ടോ രൂപം കൊണ്ടോ അവരുടെ കാഴ്ചപ്പാടിൽ ശരിയല്ല എന്നൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ നമുക്ക്. അങ്ങനെയുള്ളൊരു സ്ത്രീ വന്ന് കരഞ്ഞു വിളിച്ച് നെഞ്ചത്തടിച്ചൊരു സത്യം പറഞ്ഞാലും നമുക്ക് സത്യമായിട്ട് തോന്നില്ല. അപ്പോൾ ഇതിൽ ആരെയാണ് കുറ്റം പറയേണ്ടത്? നമ്മുടെ ഉള്ളിൽ നമ്മൾ പോലും അറിയാതെ കിടക്കുന്ന ഈ നിറത്തിൻ്റെയും ജാതിയുടെയും ഒക്കെ ബോധമുണ്ട്. അതാണ് നമ്മുടെ സൗന്ദര്യബോധം. അതുകൊണ്ട് ഈ സൗന്ദര്യത്തിന് ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ അപ്പിയറൻസിന് ഒരു വിലയും പ്രാധാന്യം ഇല്ല. ഞാൻ പറയട്ടെ, ഇന്ന് പലരെയും ഞാൻ കാണാറുണ്ട്, ഞാൻ മെലിഞ്ഞു അപ്പോൾ പിന്നെ ഡാൻസ് പഠിക്കാം. അങ്ങനെയാണോ ഡാൻസ് ഉണ്ടാവുന്നത്? എനിക്കറിഞ്ഞു. അങ്ങനെ ഡാൻസ് ഉണ്ടാവുമോ? ഇല്ല. ഈ ഭംഗി നമ്മുടെ കാഴ്ചയിലുള്ള ഇതെല്ലാം പോവും. ഒരു ശരിക്കും ഉള്ളൊരു നർത്തകി വേദിയിലൊരു നൃത്തത്തിൻ്റെ ഒരു സൗന്ദര്യ പ്രപഞ്ചം സൃഷ്ടിക്കുമ്പോൾ അവിടെ നർത്തകിയുടെ രൂപത്തിനൊരു പ്രസക്തിയേ ഇല്ല. അവിടെ ഉണ്ടാകുന്നൊരു പ്രപഞ്ചത്തിൽ പ്രേക്ഷകനും ഭാഗമാകുന്നു എന്നേ ഉള്ളൂ. ഞാൻ ഈ ചോദ്യം ചോദിക്കാൻ തന്നെ കാരണം നമ്മുടെ യൂത്ത് ഫെസ്റ്റിവൽസിലൊക്കെ പല കാറ്റഗറിയിലാണല്ലോ മാർക്സ് കൊടുക്കുന്നത്. അതിലൊരു കാറ്റഗറി അപ്പിയറൻസിന് ഒരു കാറ്റഗറി ഉണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എനിക്ക് അതിനെക്കുറിച്ച് അത് കുട്ടികൾ പറഞ്ഞ് എൻ്റെ സ്റ്റുഡൻസ് ഒന്നും പോകാത്തതുകൊണ്ട് എനിക്കിതിൻ്റെ കാറ്റഗറൈസേഷനെ കുറിച്ച് അത്ര ധാരണയില്ല. പക്ഷേ അവരുടെയൊക്കെ പുരികൊക്കെ എല്ലാം ഇങ്ങനെ ഒട്ടിച്ചിട്ടേ ഇങ്ങനെ ഇരിക്കുന്ന കാണാറുണ്ട്. അതെന്തോ ഒരു വേറെ എന്തോ അതുപോലെ ഇങ്ങനെ വെള്ള കളറാക്കി സ്കിന്നിൻ്റെ ആ ഇന്ത്യൻ സ്കിന്നിൻ്റെ സൗന്ദര്യത്തിനെയൊക്കെ മാറ്റിയിട്ട് ഇങ്ങനെ വെളുപ്പിക്കും. അത് കാണുമ്പോൾ അല്ല. പക്ഷെ അതിനെക്കുറിച്ച് ഞാനൊരു മേക്കപ്പ് മാൻ്റെ അടുത്ത് ഇങ്ങനെ എൻ്റെ ഒരു വർക്ക്ഷോപ്പ് അറ്റൻഡ് ചെയ്യാൻ വന്ന ഒരാളുടെ അടുത്ത്, മേക്കപ്പ് മാനാണ്. പുള്ളിയെടുത്ത് ഞാൻ നിങ്ങൾ എന്തിനാ ഇത്രയും വാരി അടിക്കുന്നത് മുഖത്ത്? പുട്ടിയടി അതന്നെ. അപ്പോൾ അയാൾ പറഞ്ഞെന്തറിയോ, ഞാൻ അന്തം വിട്ടുപോയി അത് കേട്ടിട്ട്. അയാൾ എൻ്റെ അടുത്ത് പറഞ്ഞു, മാഡം അത് ഇത്രയും നമ്മൾ മുഖത്ത് ചായം പൂശിയില്ലെങ്കിൽ അച്ഛനമ്മമാർ ചോദിക്കും അത്രേ, ഇത്രയും കാശ് എന്നിട്ട് ഒന്നും കാണില്ലല്ലോ. അപ്പം ഇങ്ങനെ ഇതിൽ മുക്കിയിട്ടിങ്ങനെ വെളുപ്പിക്കുക. ലിറ്ററലി എന്തിനാണ് മനുഷ്യനെ വെളുപ്പിക്കുന്നത്? നമ്മൾ എത്ര മനോഹരമായ നിറമാണ് നമ്മുടെ, എന്തിനെ വെളുപ്പിക്കുന്നത്? അപ്പം ഇതൊക്കെ നമ്മുടെ ആവശ്യമില്ലാത്ത ബോധങ്ങളാണ്. എല്ലാവരെയും കണ്ട് ഒരുപോലെ ഇരിക്കും. കുട്ടികളെ ആരെയും കണ്ടാൽ നമുക്ക് മനസ്സിലാവാറില്ല. അപ്പോൾ അതിന് നമ്മളെപ്പോഴും മേക്കപ്പ് ചെയ്യുന്ന ആൾക്കാരെയാണ് കുറ്റം പറയുന്നത്. പക്ഷേ അവർ നേരിടുന്ന ചലഞ്ച് കേട്ടപ്പോൾ ഞാൻ അയ്യോ, ഇതിൽ ആരെങ്കിലും ഇപ്പോൾ കുറ്റം പറയാനുണ്ടോ? ആരെ പറയും? അപ്പം ഇതിൽ അകന്ന് നിൽക്കുമ്പോൾ പലയിടത്തു നിന്ന് കിട്ടുന്ന അറിവുകളാണ് എൻ്റെ അറിവ്. നേരിട്ട് ഇറങ്ങാത്തതുകൊണ്ട് എനിക്കറിയില്ല. പക്ഷേ ഈ മാർക്കറ്റിൽ അപ്പിയറൻസ് പറയുന്നത് എന്തിനെന്നുള്ളതാണ്. ഡാൻസറുടെ ഫിസിക്കൽ ബ്യൂട്ടി എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ്? നമ്മൾക്ക് നൃത്തം ചെയ്യാൻ നമ്മളെ അനുവദിക്കുന്ന ശരീരമായിരിക്കണം എന്നുള്ളതിനപ്പുറം പ്രത്യേകിച്ച് ഒരു റെലവൻസും ഇല്ല. സ്റ്റേജിൽ നമ്മുടെ ശരീരത്തിൻ്റെ സൗന്ദര്യം കൊണ്ട് നമുക്കൊരു ചുക്കും ചെയ്യാൻ പറ്റില്ല. നമ്മൾ അവിടെ സൗന്ദര്യത്തിന് നിർമ്മിക്കണം കല കൊണ്ട്. കലയുടെ സൗന്ദര്യമാണ് സൗന്ദര്യം. നർത്തകിയുടെ സൗന്ദര്യം എന്തിനിങ്ങനെ എന്ന് തോന്നും. നമ്മൾ അവിടെ ജനിപ്പിക്കുന്ന ഒരു അവിടെ കാണികൾക്ക് അനുഭവവേദ്യമാകുന്ന അല്ലെങ്കിൽ കിട്ടുന്ന ഒരു ലാവണ്യ ദർശനം എന്ന് പറഞ്ഞൊന്നുണ്ട്, ഒരു ഈസ്തറ്റിക് എക്സ്പീരിയൻസ്. അത് കൊടുക്കുന്നത് എങ്ങനെയാണ്? ഒരു ഭാവതലത്തിനെ സൃഷ്ടിച്ചുകൊണ്ടാണ്. ആ ഭാവതലത്തിൽ സൃഷ്ടിക്കപ്പെടുന്ന സൗന്ദര്യം, ആ സൗന്ദര്യം നർത്തകിക്ക് സ്റ്റേജിലൊരു ചൈതന്യം കൊടുക്കും. അതാ സൗന്ദര്യം. അല്ല നർത്തകിയുടെ കണ്ണും മൂക്കും നിറവും കൈൻ്റെയും കാലിൻ്റെ നീളവും പൊക്കവും തലമുടിയും ഒന്നുമല്ല. പിന്നെ ഈ കൈൻ്റെയും കാലിൻ്റെയും നീളവും പൊക്കവും തലയും മുടിയും എല്ലാം തന്നെ മനുഷ്യൻ്റെ കൺവെൻഷണൽ തോന്നലുകളിലാണ് കിടക്കുന്നത്. എന്താണ് ഈ സൗന്ദര്യം എന്നുള്ള ഇതാണ് സൗന്ദര്യം. ഞാൻ ഇത് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഒരു സ്ഥലത്ത് ഒരു ജൂറിയിലിരിക്കുമ്പോഴാണ്, സിനിമയുടെ സ്ക്രിപ്റ്റിൻ്റെ തിരഞ്ഞെടുപ്പ് ജൂറിയാണ്, സ്ത്രീകളുടെ സിനിമ.
അപ്പോൾ അതിലൊരു കുട്ടി വന്ന് സംസാരിച്ചു. അപ്പം ഇതിലെ ഒരു പ്രൊട്ടാഗണിസ്റ്റ് കള്ളനാണ്. അപ്പം കൗതുകത്തിന് ജൂറി അംഗങ്ങൾ 3 പേരിൽ ഒരാൾ ചോദിച്ചു, ആരെയാണ് കാസ്റ്റ് ചെയ്യേണ്ടത്? അപ്പോൾ ഒരു പേര് പറഞ്ഞു. അത് ഞാൻ അയാളല്ലെങ്കിൽ വേറെ, അപ്പോഴും ഒരു പേര് പറഞ്ഞു. പക്ഷേ ഇതിനെയൊക്കെ ഒന്നിപ്പിക്കുന്ന ഒരു ഘടകം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ചോദിച്ചു, കള്ളന് ഇന്ന നിറമാണെന്നുണ്ടോ എന്ന് ചോദിച്ചു. കറുത്തതിനെ കള്ളൻ എന്നാണോ? അങ്ങനെയാണോ? എങ്ങനെയാണ് നിങ്ങളതിനെ കാണുന്നത്? അറിഞ്ഞുകൊണ്ടേ അല്ല ആ കുട്ടിയെ ചെയ്തത്. ആരെയും ദ്രോഹിക്കാനും അങ്ങനെ വലിയ അതിൻ്റെ പൊളിറ്റിക്സിനെ കുറിച്ച് ഒന്നും ആലോചിച്ചിട്ടല്ല. ഇത് നമ്മുടെ ഉള്ളിൽ ആണ്ട് കിടക്കുന്ന ഒരു വൃത്തികേടാണത്. ഇത് തന്നെയാണ് നമ്മുടെ സൗന്ദര്യബോധം. അപ്പം മറ്റേ കുറച്ച് ഓൾഡ് കോൺട്രവേഴ്സിയാണ്, എന്നാലും ഇതിൻ്റെ സംബന്ധമായിട്ട് തന്നെ ഒരു കോൺട്രവേഴ്സി റീസെൻ്റ്ലി നടന്നല്ലോ. പുരുഷന്മാർ മോഹിനിയാട്ടം കളിക്കുന്നതിനെ കുറിച്ചും ഇതുപോലെ സ്റ്റേജിലെ അപ്പിയറൻസ് അത് ജാറിങ് ആയിരിക്കും, അതുകൊണ്ട് അത് പാടില്ല. അതവരുടെ വ്യക്തിപരമായ കാഴ്ചപ്പാട്, ഒരാളുടെ ഞാൻ ആ കാഴ്ചപ്പാടല്ലെന്ന് ഇപ്പം ഓൾറെഡി ഞാനത് പറഞ്ഞു കഴിഞ്ഞു. എനിക്ക് മനുഷ്യരുടെ രൂപത്തിലും അല്ലെങ്കിൽ അവരുടെ കൺവെൻഷണൽ അപ്രോച്ചസിനും കൊണ്ടും ആൾക്കാരെ ആക്ഷേപിക്കുന്നത് എനിക്ക് പേഴ്സണലി ഉൾക്കൊള്ളാൻ പറ്റില്ല. ഞാൻ വളർന്ന എൻ്റെ അങ്ങനത്തെ ഒരു വളരെ പൊളിറ്റിക്കലി വളരെ ഷുവറായിട്ടുള്ള സർട്ടൺ ആയിട്ടുള്ള ഒരു ചുറ്റുപാടിൽ നിന്നാണ് ഞാൻ വന്നത് എന്നുള്ളതുകൊണ്ട് എനിക്ക് കൃത്യമായ ശരിയും തെറ്റും അതിലുണ്ട്. അത് ഉച്ചത്തിൽ വിളിച്ച് പറയുന്നതിന് എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. ആരെന്ത് ചെയ്യണം, എങ്ങനെ ഇരിക്കണം എന്നുള്ളത് അവരുടെ മാത്രം തീരുമാനമാണ്. പിന്നെ ഒരാളുടെ രൂപം അവരുടെ പോലും ഇതല്ല. ഈ രൂപത്തിൽ സൗന്ദര്യം ഉണ്ടെന്നും ഇല്ലെന്നും പറയാൻ നമ്മൾ ആരാ? ബുദ്ധിയുള്ളവരൊക്കെ അവരുടേതല്ലാത്ത രീതിയിലൊരു ബുദ്ധിയുള്ളതിനെ ഭ്രാന്തൻ എന്ന് വിളിക്കുന്ന ഒരു കാലത്ത് നിന്ന് നമ്മൾ വലുതായിട്ട് മാറിയിട്ടൊന്നുമില്ല. നമ്മൾ പറയില്ലേ, ഭ്രാന്തിൻ്റെ ഒരു കഥ ഇങ്ങനെ പറയുമല്ലോ. ഭ്രാന്തിൻ്റെ ഡോക്ടറിനെ കാണാൻ പോയി. അത് ഡോക്ടർ ഒന്ന് മാറിയപ്പോൾ രോഗി ചോദിച്ചത്ര ഭ്രാന്തം പോയോന്ന്. ഇത് കാഴ്ചപ്പാടിൻ്റെ ബഹുഭൂരിപക്ഷം എന്താണ്? അതല്ലേ നമ്മുടെ ശരി? അതാവണമെന്നില്ലല്ലോ ശരി. നിറത്തിനെക്കുറിച്ചും അല്ലെങ്കിൽ പുരുഷന്മാർ മോഹിനിയാട്ടം കളിക്കണോ വേണ്ടയോ എന്നൊക്കെ ഉള്ളത് ഒരു വ്യക്തി പറഞ്ഞ കാര്യമാണ്. ആ വ്യക്തിയുടെ മാത്രം കാഴ്ചപ്പാടാണ്. എനിക്ക് തോന്നുന്നില്ല അതിനോട് ആരെങ്കിലുമൊക്കെ യോജിക്കുന്നുണ്ടെന്ന്. യോജിക്കാൻ എളുപ്പമല്ല. ഇതേപോലെ കണ്ടൻഷ്യസ് ആയിട്ടുള്ളൊരു സബ്ജക്റ്റാണ് ഈ പുരുഷന്മാരുടെ നൃത്തം എന്നുള്ളത്. ഇപ്പോൾ വളരെ പേഴ്സണലായിട്ട് ഞാൻ പറയും, പുരുഷന്മാർ ഭരതനാട്യം ചെയ്ത് കാണുമ്പോൾ വളരെ രസകരമായി തോന്നാറുണ്ട്. അതേസമയം പുരുഷന്മാർ മോഹിനിയാട്ടം ചെയ്യുമ്പോൾ ഇതുവരെ ഇംപ്രസീവായിട്ട് തോന്നിയിട്ടില്ല. എൻ്റെ കാഴ്ചയുടെ ഒരു പരിമിതിയായിരിക്കാം, പക്ഷെ അങ്ങനെ തോന്നിയിട്ടില്ല ഇതുവരെ. അതിന് ഈ പുരുഷന്മാരുടെ നൃത്തത്തെ എങ്ങനെയാണ് നമ്മളൊന്ന് അല്ലല്ല എനിക്ക് തോന്നുന്നത് ഫോം ബേസ്ഡ് ആണ് കുറേയൊക്കെ. ഇപ്പം സിത്താര ചോദിച്ചത് ഒന്ന് ഭരതനാട്യം ഒന്ന് മോഹിനിയാട്ടമാണ്. മോഹിനിയാട്ടത്തിന് ലാസ്യത്തിൻ്റെ അംശം കൂടി തന്നെയാണ് നിൽക്കുന്നത്. ഭരതനാട്യത്തിനെ സംബന്ധിച്ചിടത്തോളം ലാസ്യവും താണ്ഡവും ബാലൻസ്ഡ് ആണ്. അത് നമ്മുടെ സ്ട്രെങ്ത് അനുസരിച്ച് അതിനെ ഏതിനെ കൂട്ടണം ഏതിനെ കുറയ്ക്കണം. അതാണ് ഞാൻ പറഞ്ഞ സ്വാതന്ത്ര്യം. വളരെ ബാലൻസ്ഡ് ആൻഡ് ബ്രോഡ് ബേസ്ഡ് ആണ് ഭരതനാട്യം. അപ്പോൾ അത് കൊടുക്കുന്നൊരു സ്വാതന്ത്ര്യമുണ്ട്. അവിടെ പുരുഷൻ്റേതായ ഒരു താണ്ഡവത്തിനെ മുകളിൽ കൊണ്ടുവന്ന് നൃത്തം ചെയ്യാം. ഒഡീസി ചെയ്തിരുന്ന കേളുചരൺ മഹാപാത്ര ചെയ്യുന്ന ലാസ്യം കാണുമ്പോൾ അങ്ങനെ ഒരു ലാസ്യമുണ്ടോ വേറെ? എന്തോ ഒരു മെച്ചുവേർഡായിട്ടുള്ള ഒരു സ്ത്രൈണതയാണത്. ഒരു സ്ത്രീയുടെ സൗന്ദര്യത്തിനെ സെലിബ്രേറ്റ് ചെയ്തിരുന്നു അദ്ദേഹത്തിൻ്റെ ശരീരം കൊണ്ട്. അപ്പോൾ എവിടെയാണ് ഈ ലാസ്യം കിടക്കുന്നത് എന്നുള്ളതാണ്. ഉടുത്തുകെട്ടിലല്ല, സ്ത്രീയുടെ ഉയർന്നു നിൽക്കുന്ന ഒരു മാറിടത്തിലല്ല ലാസ്യം, അതിനപ്പുറമാണ്. ഇപ്പം ജെൻഡർ ഇല്ല എന്നാണോ ലാസ്യത്തിന്? ജെൻഡർ ഇല്ല എന്നുള്ളൊരു ജെൻഡർ നമ്മൾ കാണുന്നതാണെന്ന് എനിക്ക് തോന്നുന്നു. ജെൻഡർ ഒരു മനുഷ്യനിലെ ജെൻഡർ പോലും കാഴ്ച പോലെ അല്ലല്ലോ. അത് തിരിച്ചറിഞ്ഞു തുടങ്ങി നമ്മൾ ഇന്ന രീതിയിൽ നടക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മളിൽ ഏത് ജെൻഡറാണ് കൂടിയിരിക്കുന്നത് കുറഞ്ഞിരിക്കുന്നത് നമുക്കറിയില്ല. ഇന്ന് അങ്ങനെ കാണാൻ മനുഷ്യൻ പഠിച്ചു. അങ്ങനെ വ്യത്യാസം വന്നിട്ടില്ലേ പൊതുവെ? നൃത്തത്തിനെ സംബന്ധിച്ചിടത്തോളം ഭരതനാട്യം ലാസ്യത്തിനെയും താണ്ഡവത്തിനെയും ഒരുപോലെ ബാലൻസ് ചെയ്യുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് ഭരതനാട്യം
പുരുഷൻ ഇങ്ങനെ ആയിരിക്കണം എന്ന് വിചാരിക്കുന്ന രീതിയിൽ ഭരതനാട്യം അവതരിപ്പിക്കപ്പെടുമ്പോൾ അത് റിലേറ്റ് ചെയ്യാൻ പറ്റും. മോഹിനിയാട്ടം സ്ത്രീകളാണ് ചെയ്യേണ്ടതെന്നും മോഹിനിയാട്ടത്തിൽ ലാസ്യ എലിമെൻ്റ് ആണ് കൂടുതലുള്ളതെന്നും ലാസ്യം എന്ന് പറയുന്ന പെണ്ണിന് മാത്രം ഉള്ളതാണെന്ന് നമ്മൾ വിചാരിക്കുമ്പോൾ നമുക്ക് ലാസ്യം സ്ത്രീയല്ലേ ചെയ്യാൻ പാടുള്ളൂ. അങ്ങനെ ഇല്ലയെന്ന് എനിക്ക് തോന്നുന്നു. പുരുഷനും സ്ത്രീക്കും ഒക്കെ ഇതിൽ രണ്ടും ഉണ്ട് ഇല്ലേ? അതിനെ ഇപ്പം നമ്മൾ ധൈര്യപൂർവ്വം ഫേസ് ചെയ്ത് തുടങ്ങിയെന്ന് തോന്നുന്നു. അല്ല, പക്ഷെ ഇപ്പോൾ ഒരു ഡിഫറൻസ് കാണുന്നതെന്ന് വെച്ചാൽ പുരുഷന്മാരുടെ ഇൻ്റർപ്രിട്ടേഷൻ അല്ലെങ്കിൽ പുരുഷന്മാരുടെ രീതിയിൽ ലാസ്യത്തിനെ കണ്ടു തുടങ്ങി എന്നുള്ളൊരു ആസ്പെക്റ്റും കൂടി ഭരതനാട്യത്തിൽ വരുന്ന മറ്റേ മോഹിനിയാട്ടത്തിൻ്റെ കാര്യം എനിക്കറിയില്ല, ഭരതനാട്യത്തിൽ വന്നു തുടങ്ങിയ പോലെ. ബിക്കോസ് ഈ അടുത്തിടയ്ക്ക് എനിക്ക് ഏതൊരു ആർട്ടിക്കിളിൽ ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു, ചൂടരെ എന്ന് പറഞ്ഞൊരു പദം, ക്ഷേത്രയ പദം, അത് ഈ അടുത്തിടയ്ക്ക് മെയിൽ പെർസ്പെക്റ്റീവിൽ ഭാഷ അത് പറയുകയും ചെയ്തു. ഒരു വർക്ക്ഷോപ്പിൻ്റെ എൻ്റെ ഒരു വർക്ക്ഷോപ്പിൻ്റെ ഭാഗമായിട്ടാണ് അത്. അങ്ങനെ ഈ അടുത്തിടയ്ക്ക് വേറൊരു അല്ല, പെർസ്പെക്റ്റീവ് എന്താ അങ്ങനെ വന്ന എന്താ കുഴപ്പം? പുരുഷന്മാർക്ക് അസൂയയില്ലേ? അതിൽ പറയുന്നത് വളരെ ഒരു ജലസാണ്, അതിൻ്റെ ഒരു എൻവി എന്നൊക്കെ പറയുന്നത് പെണ്ണിന് മാത്രമുള്ളതാണോ? അല്ല, ഈ ട്രഡീഷണലി ഇതുവരെ പെണ്ണിന് മാത്രമേ അതല്ല ഭരതനാട്യത്തിൽ സ്ത്രീയുടെ വികാരങ്ങളായിട്ട് അല്ല അതിൽ വേറൊരു കാര്യം ഭരതനാട്യത്തിലെ നമ്മൾ ഇന്ന് കൊണ്ടാടപ്പെടുന്ന പദങ്ങളും ജാവളികളും അധികവും എഴുതിയിട്ടുള്ള പുരുഷന്മാരാണ്. പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം സ്ത്രീക്കാണ് അസൂയുള്ളത്, സ്ത്രീക്കാണ് ഇൻസെക്യൂരിറ്റി ഉള്ളത്, സ്ത്രീക്ക് മാത്രമേ പിണക്കമുള്ളൂ. സ്ത്രീ എപ്പോഴും വിരഹത്തിൽ, വേറെ ഒരു ജോലിയില്ല. സ്ത്രീക്കേ ഉള്ളൂ കരയാൻ പറ്റുള്ളൂ. ഇതിനെ ഞാൻ സാധാരണ വാക്കുകൾ ഉപയോഗിച്ചില്ല എന്നേ ഉള്ളൂ, നായികയുടെ ഡിവിഷൻസ് ആയിട്ട് ഞാൻ പറഞ്ഞില്ല എന്നേ ഉള്ളൂ. അല്ല, ഇത്രയും പ്രകാരത്തിലുള്ള നായികമാർ തന്നെയുണ്ട്, അതേ പ്രകാരത്തിൽ ഇല്ല. കാരണം നായകൻ ഇത് പറ്റാഞ്ഞിട്ടാണോ? അല്ല, നായകൻ ഇങ്ങനെ ആയിരിക്കണം, നായികയ്ക്ക് എന്തു ആവാം, കാരണം അവർ അങ്ങനെയാണ്. അത് മാറുന്നുണ്ടോ? അല്ല, മാറുന്നതല്ലാന്നേ, അത് അന്നത് പറഞ്ഞില്ല എന്ന് പറയുന്നു. ഇത് പണ്ടില്ലാഞ്ഞിട്ടാണോ എന്നാണ് എൻ്റെ ചോദ്യം. പുരുഷന്മാർക്ക് അസൂയ ഉണ്ടായിരുന്നില്ലേ പണ്ട്? ഇൻസെക്യൂരിറ്റി ഉണ്ടായിരുന്നില്ലേ? പിണക്കങ്ങളില്ലായിരുന്നു? വിരഹം ഇല്ലെങ്കിൽ പിന്നെ മേഘസന്ദേശോ? വിരഹമുള്ള ആണുങ്ങൾ അന്നും ഉണ്ടായിരുന്നു.